നമസ്കാരം. കുതിച്ചുയരുന്ന അരിവിലയ്ക്ക് മൂക്കുകയറിടാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. അരി മാർക്കറ്റിലെ വിലയുടെ നേർപകുതി വിലയ്ക്ക് ജനങ്ങൾക്ക് നേരിട്ട് നൽകുന്ന പദ്ധതിയുടെ തുടക്കം കുറിച്ചു. മാർക്കറ്റിൽ അരിയുടെ വില 62 രൂപയോളം ഉയർന്ന സാഹചര്യത്തിൽ ഭക്ഷണത്തിന് പ്രധാനമായും അരിയെ ആശ്രയിച്ചു കഴിയുന്ന ജനങ്ങൾക്ക് ഈ തീരുമാനം ആശ്വാസമായി തീരും. കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പീയൂഷ് ഗോയൽ ദില്ലിയിലെ കർത്തവ്യ പഥിൽ വെച്ച് ഭാരത് അരി വിപണിയിലിറക്കി. അരിയെ കൂടുതൽ ആശ്രയിക്കുന്ന കേരളത്തിലാകും ഇത് ആശ്വാസമാകുന്നത്. ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലെ പ്രധാന ഭക്ഷണമാണ് അരി. അതുകൊണ്ട് തന്നെ അതിന്റെ വില ഉയരുന്നത് സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റിനെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. വെറും 29 രൂപയ്ക്ക് വിതരണം ചെയ്യുന്ന ഭാരത് അരിയുടെ വരവോടെ മാർക്കറ്റിലെ 62 രൂപ എന്ന അരിയുടെ അമിതഭാരം ഒഴിവാക്കുവാൻ സാധാരണക്കാർക്ക് സാധിക്കും. കേരളത്തിലും ഭാരത് അരിയുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. തൃശൂരിലെ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്ത് NCCF ആണ് അരി എത്തിച്ചത്. നിരവധി ആളുകൾ അരി വാങ്ങുവാനായി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പാവപ്പെട്ടവരെയും BPLക്കാരെയും ചേർത്തുപിടിച്ച് കേന്ദ്ര സർക്കാർ കോവിഡ് കാലം മുതലേ സൗജന്യ ധാന്യ വിതരണം നൽകി തുടങ്ങിയിരുന്നു. 80.7 കോടി ജനങ്ങൾ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയുടെ ഗുണഭോക്താക്കളാണ്. ഈ പദ്ധതി 2028 വരെ നീട്ടിയിട്ടുണ്ട്. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുന്നുവെന്ന് നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ നടത്തിയ ബഡ്ജറ്റ് പ്രസംഗവും ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. കർഷകരിൽ നിന്നും നേരിട്ട് വിപണിയിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന കർഷക ബില്ല് പ്രതിപക്ഷവും രാജ്യവിരുദ്ധ ഖാലിസ്ഥാൻ അനുകൂലികളും ചേർന്ന് അട്ടിമറിച്ചത് 2 വർഷം മുമ്പാണ്. ഇടനിലക്കാരെ ഒഴിവാക്കി കർഷകർക്ക് കൂടുതൽ ലാഭവും ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയുമെന്ന കേന്ദ്ര സർക്കാരിന്റെ ഗോൾഡൻ സമവാക്യം അട്ടിമറിച്ചത് ഇടനിലക്കാരുടെ ആശ്രിതരായ രാഷ്ട്രീയക്കാരാണെന്ന് അന്നു മുതലേ ആക്ഷേപം ഉയർന്നിരുന്നു. ഭാരത് അരിയിലൂടെ കേന്ദ്ര സർക്കാർ അടിവരയിട്ട് പറയുവാനും തെളിയിക്കുവാനും ഉദ്ദേശിക്കുന്നത് കർഷക ബില്ലിൽ സർക്കാരിന്റെ നിലപാട് ശരിയായിരുന്നു എന്ന് തന്നെയാണ്. ഉൽപ്പന്ന വിലയിലെ വൻതുക പോക്കറ്റിലാക്കുന്ന ഇടനിലക്കാരെ ഒഴിവാക്കാൻ മോദി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് അധികം വൈകാതെ നടത്തിയിരിക്കും എന്നതാണ് ഭാരത് അരിയിലൂടെയുള്ള സർക്കാരിന്റെ നീക്കം സൂചിപ്പിക്കുന്നത്.